നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറച്ച് ദിവസം ആക്ച്വലി ഒരു മാസമായി എന്ന് തോന്നുന്നു ലോങ് വീഡിയോ ഇട്ടിട്ട് എൻ്റെ ചാനലിൽ. കാരണം ഇടയ്ക്ക് എക്സാം കഴിഞ്ഞ് മടി പിടിച്ച് അങ്ങനെ കുറേ ഡിലേ വന്നതാണ്. ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കാം. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ബാച്ച് മേറ്റ്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങളൊരു ഔട്ടിങ് പോയതാണ്. ഞങ്ങളൊരു ഗേൾസ് ട്രിപ്പ് പോയതാണ്. വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ സ്പ്രിംഗ് ടൈമിൽ പോയതായിരുന്നു അവിടെ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. പിന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ശിവാനിയാണ്. ഞങ്ങൾ സെയിം ഹോസ്റ്റലാണ്. ഫോട്ടോ എടുക്കാൻ വിചാരിച്ച ആൾ വന്നാൽ പക്ഷേ വീഡിയോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് സ്മൃതി, ആളും സെയിം ഹോസ്റ്റൽ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരോടും കൂടി ഇവിടെ അത്തബേ, ഇവിടുത്തെ ഒരു കൺവീനിയൻസ് സ്റ്റോറാണ് കേട്ടോ, അവിടേക്ക് പോവുക. വെള്ളവും ചിപ്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് വലിയ ട്രോളി എടുക്കണോ അതോ ചെറിയ ട്രോളി എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കാരണം കുറച്ച് കുപ്പികൾ അധികം മേടിക്കാനുണ്ട്. കോൾഡ് ഡ്രിങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ തന്നെ എടുത്തു, കാരണം ചുമക്കാൻ പാടല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, എന്തായാലും ആവശ്യം വരുമല്ലോ. വെള്ളവും കുറച്ച് കോൾഡ് ഡ്രിങ്ക്സും പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ചിപ്സ് മേടിക്കണോ അതോ വേറെ എന്തെങ്കിലും മേടിക്കണോ എന്നുള്ള കോളിലായിരുന്നു സ്മൂത്തി. ഞങ്ങൾ കുറച്ച് ദിവസമായി പ്ലാൻ ഇട്ടുകൊണ്ടിരുന്നതാണ് അവിടെ പോകണം. നല്ല വൈബാണ്, സ്പ്രിംഗ് ടൈമാണ്. ഇപ്പോൾ കുറച്ച് സമ്മർ പോലെ കുറച്ച് ചൂടൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നതാണ്. ലാസ്റ്റ് ഇപ്പം ഈ വീക്കെൻഡിലാണ് നടന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം മേടിച്ച് ഇനിയിപ്പം പോകാനുള്ളതിലാണ്. ഇനി 6th ഹോസ്റ്റലിലേക്കാണ് പോകേണ്ടത്, കാരണം അവിടെയാണ് ബാക്കിയുള്ളവർ വെയിറ്റിംഗ്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന്, എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് 6th ഹോസ്റ്റലിലേക്ക് കുറച്ച് ദൂരമുണ്ട്, നടക്കാനുള്ള ദൂരമുള്ളൂ. അവിടേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും താഴെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവർ ആയിഷി, അനുഷ്ക, പൂർവ, ഋതി, ഇവർ 4 പേരാണ് ഇവർ ഇരിക്കുന്നവർ. ഗായ്സ് നൈ വീഡിയോ ഞങ്ങളവിടെ ഇങ്ങനെ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ വരെ ടൈം എടുക്കും. അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ സ്പ്രിംഗ് ആയതുകൊണ്ട് പൂക്കളുണ്ട് കേട്ടോ. ആയിഷി ക്യാമറ വുമൺ. ഞങ്ങളുടെ ഓർഡർ വന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ശിവാനി പോയതാണ് കേട്ടോ. ആൾക്ക് കണ്ണിന് കുളിർമ കിട്ടുന്ന നല്ലൊരു ഡെലിവറി പോയതായതുകൊണ്ട് അവൾ തന്നെ പോകാമെന്നും പറഞ്ഞുള്ള സന്തോഷത്തിലാണ് തിരിച്ചു വരുന്നത്. ആ മുഖത്തെ പ്രസരിപ്പും ചിരിയും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ക്യാബിന് ബുക്ക് ചെയ്യുമായിരുന്നു. കാരണം ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ക്യാബ് ബുക്ക് ചെയ്ത് ഫസ്റ്റ് ഒരു ക്യാബ് വന്നു. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ 4 പേര് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ക്യാബിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങൾ സാധനങ്ങളൊക്കെ ഡിക്കിയിൽ വെച്ചു, എല്ലാം സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. പൂർവ ഫസ്റ്റ് ക്യാബിൽ ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് 3 പേർക്കും ടാറ്റ പറഞ്ഞ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടങ്ങി. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണേ. ശിവാനി, ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കാരണം ഇതൊരു സിറ്റിയിൽ നിന്ന് മാറിയിട്ട് സിറ്റി സെൻറ്റർ മാറി പിന്നെ അകത്തേക്കുള്ളൊരു ഏരിയയാണ്. നല്ല പീസ്ഫുള്ളായിട്ട് കാമായിട്ടുള്ളൊരു ഏരിയ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അകത്തേക്കുള്ള റോഡിൽ ഇത്തിരി കുണ്ടും കുഴിയൊക്കെ ഉള്ള ടൈപ്പായിരുന്നു. കാരണം സിറ്റിയിൽ നിന്ന് മാറിയില്ലോ, ഫുൾ അവിടെ നിന്ന് മാറി ഒരു ഇടവഴിയാണ് കയറി പോകുന്നത്. അകത്തേക്ക് വീണ്ടും കുറേ അങ്ങ് ദൂരം പോകാനുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇനിയിപ്പോൾ കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കണം. ഇനി അവിടുത്തെ ബാക്കി കാര്യങ്ങൾ നോക്കണം. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ കൂടെയുള്ള കുറച്ച് ബാച്ച് മേറ്റ്സ് അവർ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഒസേറോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേക്കും സൈഡിൽ കുറേ ഹട്ട്, നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള ടൈപ്പാണ്. ഒരു പാർട്ടി വൈബ്, ബാർബിക്യൂ ചെയ്യാം, നമുക്കങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഇരിക്കാം. ഇവിടുത്തെ റിവറിൽ കുറച്ച് സമ്മറൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതിനകത്ത് ഇറങ്ങി കുളിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്ന ഏരിയ. അങ്ങനെ ഞാൻ എന്തേ പിസ കൊണ്ട് നടന്നു വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പം ശിവാനിയാണ് ഇപ്പം എൻ്റെ ക്യാമറമാനായിരിക്കുന്നത്. സോ ലുക്ക് അറ്റ് ദ പ്ലേസ് ഗൈസ്.
നല്ല അടിപൊളി ക്ലൈമറ്റ്, ഹട്ട്, ലേക്ക്, പിന്നെ അടിപൊളി വൈബും, പിന്നെ എന്താ വേണം അല്ലേ ഗൈസ്? നിങ്ങളൊന്ന് ഒരുങ്ങി ഇറങ്ങിയ കുറച്ച് ഫോട്ടോ ഒക്കെ നിർബന്ധമല്ലേ? അങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും ബാക്കി ഞങ്ങളുടെ 3 പേര് അവരെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഏത് ഹട്ട് വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് അവിടെ അകത്ത് ഓഫീസുണ്ട്, അവിടെ പോയി പറഞ്ഞ് പേ ചെയ്തിട്ട് വേണം നമുക്ക് ഹട്ട് കിട്ടത്തുള്ളൂ. അപ്പം അത് പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ബാക്കി സാധനങ്ങൾ ഒരു സൈഡിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ചൂസ് ചെയ്ത ഹട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഒരു സൈഡിൽ മൊത്തം ഹട്ടിൻ്റെ ഏരിയ ആണ് വന്നിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നമുക്കിവിടെ കുക്ക് ചെയ്യാനുള്ള ബാർബിക്യൂ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഏരിയ ആണ്. ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ ആ ഏരിയയിൽ. അപ്പോൾ ഇതിപ്പം ഇവിടെ യുക്രൈൻ ഫാമിലീസ് ആണ് ഉണ്ടായിരുന്നത്. താഴെ ഒരു പൂച്ചിരിക്കുന്നുണ്ടോ, ഇത് യുക്രൈൻ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫാമിലി ട്രിപ്പ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇവിടെ സമ്മർ സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ എല്ലായിടത്തും ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹട്ട്. കുറച്ച് ദൂരമുള്ള സ്ഥലത്ത് ഞങ്ങൾ ഹട്ട് എടുത്ത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഹട്ടിനകത്തേക്ക് കയറി. നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ക്ലൈമറ്റും നല്ലതായതുകൊണ്ട് ചെറിയൊരു കാറ്റും തണുപ്പും വെയിലും ചൂടും അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടോ, നല്ല വെള്ളമായിരുന്നു. നമ്മളിപ്പം കുറച്ച് റെഡി ആയിട്ടൊക്കെ വന്നുകൊണ്ട് നീന്താനുള്ള റിസ്ക് എടുത്തില്ല, ഇല്ലെങ്കിൽ ഒന്നും ഒരു കൈ പരീക്ഷിക്കായിരുന്നു. എന്തായാലും നീന്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പാട്ടും വെച്ച് ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ കാലിട്ടിരിക്കാൻ തീരുമാനിച്ചു. കുറച്ചേരം പാട്ടൊക്കെ വെച്ച് വൈബ് ചെയ്ത് വെള്ളത്തിൽ കാലിട്ടിരുന്ന് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അവിടെ സൈഡിലൊരു യുക്രൈനിയൻ പുള്ളിക്കാരൻ മീൻ പിടിക്കുന്നത് കണ്ടത്. അത്യാവശ്യം നല്ല വലിയ മീനായിരുന്നു കേട്ടോ. ബാക്ക് ടു ബിസിനസ്, വീണ്ടും വെള്ളത്തിൽ കാലിട്ടിരിക്കാം. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ അന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്നാക്ക് ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം അവിടെ നിന്ന് മേടിച്ചിട്ട് തന്നെയാണ്. അത്തബേന്നും അതിൻ്റെ അടുത്തുള്ള വേറെ കടയിൽ നിന്നൊക്കെ ഞങ്ങൾ ചിപ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വെറൈറ്റി ചിപ്സും കുറച്ച് കോൾഡ് ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നു കുറേ നേരം. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത് അവിടെ ഓപ്പോസിറ്റുള്ള ഹട്ട് സൈഡിൽ ആരോ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മീൻ കിട്ടിയോ നമുക്കറിയത്തില്ല. വീണ്ടും നമ്മൾ വെള്ളത്തിൽ കാലിട്ട് കുറേ നേരം ഇരുന്നു. പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരിക്കാൻ നല്ല രസമല്ലേ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ട് സെഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഓരോ പാട്ടൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരും വൈബ് അടിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഡാൻസൊക്കെ കളിച്ച് തളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു, പിസ്സ. അത് കഴിച്ചപ്പോഴത്തേക്കും അവിടെ അടുത്തൊരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കും ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു. हिंदी ओके तो आज का हमारा ठीक है. बाय बाय गाइस. बाय बाय. बोलना चाहती हूँ. बोलो तो ज्यादा मारा जाएगा. കോൺട്രവേഴ്സി हो जाएगा. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ ക്യാബൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങോട്ട് ക്യാബിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. ക്ലൈമറ്റും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ എക്സാമും ക്ലാസ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് സ്ട്രെസ് ചെയ്യുന്ന ഒരു റിലീഫായി, കുറച്ച് എൻജോയ് ഒക്കെ ചെയ്തു. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ഡേ ഇവിടെ എൻഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ മിനി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു ദിവസം അടുത്തൊരു വ്ലോഗ് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.